ഹലോ എവ്രിവൺ. എന്തുകൊണ്ട് നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ? എൻ്റെ പേര് ജീഷ്മ. ഞാൻ ഒമാനിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഒരുപാട് പേര് ഇപ്പം +2 എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഏത് കോഴ്സിന് പോണംന്നൊരു വ്യക്തമായൊരു തീരുമാനം എടുക്കാതെ ഇരിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോണംന്ന് ഓൾറെഡി എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ചിലർക്കൊരു ഡിസിഷൻ എടുക്കാൻ ഒരു മടി. ഈ നഴ്സിങ്ങിന് പോയാൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ആണെന്ന് കുറേ റീൽസ് കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ട് നഴ്സിങ്ങിന് പോകണോ? അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എപ്പോഴും നാട്ടിൽ സമരം, സാലറി ഇല്ല, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ചെറിയൊരു രീതിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ റിയൽ ലൈഫിൽ നടന്ന ഇൻസിഡൻസും അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ എന്തുകൊണ്ട് നഴ്സിംഗ് എടുക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ +2 ലൈഫൊക്കെ കഴിഞ്ഞ് നഴ്സിങ്ങിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുവരെ പഠിച്ച ഒരു +2 വരെ പഠിച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നഴ്സിങ്ങിന് നമ്മൾ ആ സമയത്ത് ജോയിൻ ചെയ്യുമ്പം. അതായത് നഴ്സിംഗ് പഠിക്കുന്ന കാര്യത്തിലാവട്ടെ, അപ്പോൾ ആദ്യം നമ്മൾ ഹോസ്റ്റൽ ലൈഫായിരിക്കും. മോസ്റ്റ്ലി എല്ലാവരും ഹോസ്റ്റൽ ലൈഫായിരിക്കും. ചില ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിപ്പം ഔട്ട്സൈഡ് കേരള അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പഠിക്കുന്നവരോ എങ്ങനെയോ ആവട്ടെ, അപ്പോൾ ആദ്യം ഒരു ഹോസ്റ്റൽ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആണ് നഴ്സിംഗ് സ്റ്റാർട്ടിങ്. അപ്പോൾ അത് ഏതൊരു കോഴ്സും നമ്മൾ പുറത്തൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കോഴ്സിനും ബുദ്ധിമുട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പഠിത്തം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നഴ്സിങ്ങിന്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലാണ് ഏറ്റവും ടഫ് സബ്ജക്ട്സ് നമുക്ക് വരുന്നത്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഇയറിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു ബേസ്, അതായത് മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള അനാട്ടമി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, അങ്ങനെ ഫണ്ടമെൻ്റൽസ്, സൈക്കോളജി, അങ്ങനെ പല സബ്ജക്റ്റുകളും ഫസ്റ്റ് ഇയറിലാണ് ഇതിൻ്റെ ഒരു ബേസ് വരുന്നത്. അപ്പം നമ്മൾ അതുവരെ പഠിച്ചിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി വേറൊരു ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടീസ് നമുക്കുണ്ടാവും. അങ്ങനെ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാലാണ് നമുക്ക് ഈ നഴ്സിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അതിനെപ്പറ്റി നമുക്ക് പിന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആവും. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മൾ കോഴ്സൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറേ അസൈൻമെൻറ്റ്സ്, കെയർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കുറേ അസൈൻമെൻറ്റ്സ് എഴുതാനുണ്ട്, കെയർ പ്ലാൻ എഴുതാനുണ്ട്. കുറച്ച് നല്ല സ്ട്രെസ്ഫുള്ളായിട്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. പഠിക്കാൻ ഒരുപാടുണ്ട്. ആരും പഠിക്കാൻ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് നഴ്സിങ്ങിന് ജോയിൻ ചെയ്യുകയൊന്നും ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വിചാരിക്കണം നല്ല രീതിക്ക് പഠിക്കാനുള്ള കോഴ്സാണ്, അതുകൊണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളെക്കാളും ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ള വേറെ കോഴ്സുകളൊക്കെ ഉണ്ട്. MBBS ഒക്കെ പഠിക്കുന്നവർക്ക് ഇതിലും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോൾ അതൊക്കെ ഓർക്കുക. അപ്പോൾ ഏതൊരു കോഴ്സിനും അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുപോലെ ഈ കോഴ്സിനും അതിൻ്റെതായ രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നത്തെ ഒരു സ്റ്റേജ് വരുന്നത് നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ എക്സ്പീരിയൻസ് നേടാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കയറുന്നു. അതൊരു വേറൊരു സ്റ്റേജിലേക്ക് നമ്മുടെ ലൈഫ് പോകുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ എക്സ്പീരിയൻസിന് നമ്മൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് നമുക്ക് ഇപ്പോൾ BSc നഴ്സിംഗ് ഒക്കെ പുറത്ത് പഠിക്കുന്നവർക്കൊക്കെ കൂടുതൽ നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഓരോ സംഭവം, അതായത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്, RT ട്യൂബ് ഇടുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കൊളീഗ്സിൻ്റെ കൂടെ, അതായത് നമ്മൾ സീനിയേഴ്സിൻ്റെ കൂടെ നിന്ന് പഠിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് കുറച്ച് സ്റ്റാർട്ടിങ് ഇതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പിന്നെ അതും നമ്മൾ യൂസ്ഡ് ആയിക്കോളും. നമ്മൾ അതെല്ലാം പഠിക്കും. എല്ലാവരും സ്റ്റാർട്ടിങ്ങിലെല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് 2 ഷിഫ്റ്റ് ഡ്യൂട്ടിയും സാലറി കുറവ്, പിന്നെ അങ്ങനെ സ്റ്റാഫ് ഷോർട്ടേജ്, അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയി. സാലറി, അറ്റ്ലീസ്റ്റ് സാലറിക്കൊക്കെ നല്ലൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട് നാട്ടിൽ.
പിന്നെ സ്റ്റാഫ് ഷോർട്ടേജൊക്കെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. 2 ഷിഫ്റ്റ് ഡ്യൂട്ടി അല്ല 3 ഷിഫ്റ്റ് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് പണ്ടത്തതിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പം ഒരുപാട് ബെറ്ററാണ്. ആഫ്റ്റർ കോഴ്സ് നമ്മുടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ലൈഫ് ഒരുപാട് ബെറ്ററാണ്. ഇനി നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ പലരും എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നെക്സ്റ്റ് ഒരു ചലഞ്ച്. അപ്പം നമ്മൾ എങ്ങനെ എഡ്യൂക്കേഷൻ ലോണ് കംപ്ലീറ്റ് ചെയ്യും? നമുക്ക് സ്റ്റാർട്ടിങ് നല്ലൊരു സാലറി ഒന്നും ഉണ്ടാവില്ല. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ നഴ്സിംഗ് ജോലി നിങ്ങൾ എടുത്തോ, നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും. ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളാവും. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഒരു 45 സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാക്സിമം ഒരു 43 സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിൽ ഒരു ഒട്ടുമിക്ക പേരും ഒരു 90% ഞങ്ങളെല്ലാവരും ലോൺ എടുത്തിട്ടാണ്, എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് പഠിച്ചത്. പക്ഷേ ഇന്ന് ആർക്കും ആ ലോണിൻ്റെ ഒരു ബേർഡനൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാവർക്കും ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻസി വരും. നമുക്ക് എഡ്യൂക്കേഷൻ ലോണൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസിൽ ഈ വീഡിയോയ്ക്ക് ഒരു വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു വോയിസിനൊരു പ്രശ്നം പറ്റി. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് നമ്മുടെ എബ്രോഡ് ലൈഫ്, നഴ്സിംഗ് എങ്ങനെ പുറത്തേക്ക് എങ്ങനെയാണ് ഞാൻ ജോലി കിട്ടിയത്, ഏതൊക്കെ എക്സാം എഴുതി, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നിങ്ങൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്താത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കൂടുതൽ കാണാൻ പറ്റും. ഇനിയും ഞാൻ ഇതിനെപ്പറ്റി ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.